ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാം എല്ലാ ക്രൈസ്തവ സഭാ പാരമ്പര്യങ്ങളിലും മാനിക്കും. പരിശുദ്ധ കന്യകമറിയാമിനെ വിവിധ നിലകളിലാണ് ആദരിക്കുന്നത് എങ്കിലും എല്ലാ ക്രൈസ്തവരും പരിശുദ്ധ അമ്മയെ ആദരവോടെയാണ് വീക്ഷിക്കുന്നത്. കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ അമലോദ്ഭവ ജനനം വിശ്വാസ സത്യമായി അംഗീകരിക്കുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭകൾ പരിശുദ്ധ അമ്മയെ ദൈവമാതാവോ എന്ന നിലയിലാണ് മാനിക്കുന്നത്. ആംഗ്ലിക്കൻ, ലൂഥറൻ, മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധ കന്യകമറിയത്തെ ആദരിക്കുന്നു. പുരാതന സഭകളുടെ അഥവാ ആദിമ ക്രൈസ്തവ സഭയുടെ പൊതുവായ നിലപാട് പരിശുദ്ധ കന്യകമറിയാം ദൈവമാതാവോ എന്നുള്ളതാണ്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ AD 431 കൂടിയ എഫേസൂസ് സുന്നഹദോസ് പരിശുദ്ധ കന്യകമറിയാം തെയോട്ടോക്കോസ് തന്നെയാണ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. തെയോട്ടോക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ഗോഡ് ബെയറർ അഥവാ ദൈവത്തെ വഹിച്ചവൾ എന്നാണ്. വാസ്തവത്തിൽ പരിശുദ്ധ കന്യകമറിയത്തിന് ഈ സ്ഥാനം നൽകുന്നതിലൂടെ അഥവാ പരിശുദ്ധ കന്യകമറിയത്തിന്റെ സ്ഥാനത്തെ ഈ നിലയിൽ വിശദീകരിക്കുന്നതിലൂടെ കന്യകമറിയത്തിന് എന്തെങ്കിലും വിശേഷപ്പെട്ട സ്ഥാനങ്ങൾ നൽകുകയോ അവളെ ആദരിക്കുകയോ അല്ല എഫേസൂസ് സുന്നഹദോസ് ചെയ്തത്. മറിച്ച് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത്. നെസ്തോറിന്റെ വേദവിപരീതത്തെ ഖണ്ഡിക്കുകയാണ് ഉണ്ടായത്. എന്നുവെച്ചാൽ പരിശുദ്ധ കന്യകമറിയാം ദൈവമാതാവോ എന്ന് നാം പരിശുദ്ധ കന്യകമറിയത്തെ ആദരിക്കുന്നതിലൂടെ വാസ്തവത്തിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. എന്നുവെച്ചാൽ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു എന്ന്. പരിശുദ്ധ കന്യകമറിയത്തിലൂടെ ജനിച്ച യേശുക്രിസ്തു ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പൂർണ്ണതയാകുമ്പോഴാണ് രക്ഷ അത് വാസ്തവവും യഥാർത്ഥവുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ കന്യകമറിയത്തോടുള്ള ആദരം ക്രൈസ്തവ സഭയുടെ വിശ്വാസ സത്യത്തിന്റെ തന്നെ അഥവാ ദൈവശാസ്ത്രത്തിന്റെ തന്നെ അടിസ്ഥാനമായി തീരുകയാണ്. പരിശുദ്ധ അമ്മയെ ദൈവത്തെ വഹിച്ചവൾ അഥവാ ആരാധനയിൽ ഉപയോഗിക്കുന്നത് പോലെ ദൈവപ്രസവിത്രി എന്ന നിലയിൽ തന്നെ ആദരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം അങ്ങനെയൊന്നും ഇല്ല എന്നും
അവൾ യേശുവിന്റെ അമ്മ മാത്രമായിരുന്നു എന്നും യേശുവിനെ ഉദരത്തിൽ വഹിച്ച അവളുടെ സ്ഥാനം അവഗണിക്കപ്പെടേണ്ടതാണ് എന്നും വാദിക്കുന്നവരുണ്ട്. അങ്ങനെ പരിശുദ്ധ കന്യാമറിയത്തെ പൂർണ്ണമായി അവഗണിക്കുവാനുള്ള വ്യഗ്രത അവർ കാട്ടാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പല കഥാപാത്രങ്ങളെയും അവരുടെ കുറവുകളോടുകൂടി തന്നെയാണല്ലോ ശുദ്ധ വേദപുസ്തകം ആ വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്ന് കൂടി പാഠങ്ങൾ പഠിക്കുവാൻ പ്രബോധിപ്പിക്കുന്ന പലരും വാസ്തവത്തിൽ യഥാർത്ഥ വിശ്വാസിയുടെ പ്രതീകവും പ്രതിനിധിയുമായി കാണാവുന്ന പരിശുദ്ധ കന്യകമറിയത്തെ, അതല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയെ ആദ്യം വിശ്വസിക്കുകയും അത് ആദ്യം ഏറ്റുപറയുകയും അത് ആദ്യം സുവിശേഷിക്കുകയും എന്തിന് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലത്തുടനീളം, പരസ്യ ശുശ്രൂഷ കാലത്ത് മാത്രമല്ല, അവന്റെ ജനനം മുതൽ പരസ്യ ശുശ്രൂഷ കാലത്തും അവന്റെ പ്രസംഗ സമയത്തും അവന്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിക്കുന്ന സമയത്തും കുരിശിന്റെ ചുവട്ടിലും അവന്റെ ഉയർപ്പിലും അവൻ വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലും ഒക്കെ സാന്നിധ്യമായിരുന്ന പരിശുദ്ധ കന്യകമറിയത്തെ നമുക്കൊരിക്കലും അവഗണിക്കുവാൻ സാധ്യമല്ല. വേദപുസ്തകത്തിൽ പരിശുദ്ധ കന്യകമറിയത്തെ മോശമായി പരാമർശിക്കുന്ന ഒരു വാചകം പോലും കാണുക സാധ്യവുമല്ല. എന്നിട്ടും പരിശുദ്ധ കന്യകമറിയത്തിന്റെ സ്ഥാനം ഒരു മുട്ടയിൽ നിന്ന് പക്ഷി വിരിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മുട്ടത്തോടിന് സമാനമാണെന്നും അതല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്ന പട്ടിക്കുട്ടയ്ക്ക് സദൃശ്യമാണെന്നുമൊക്കെ പ്രസംഗിക്കുന്ന ആളുകളെ നാം കാണാറുണ്ട്. വാസ്തവത്തിൽ പരിശുദ്ധ കന്യകമറിയത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവളുടെ മധ്യസ്ഥതയിൽ അഭയം തേടുകയും ചെയ്യുന്ന ആളുകളെ ദുഃഖിപ്പിക്കുന്ന പരാമർശമാണ് മറിയം ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു പാത്രമായിരുന്നു, ത്തോടായിരുന്നു, പട്ടിക്കുട്ടയായിരുന്നു എന്നൊക്കെ. എന്നാൽ വാസ്തവത്തിൽ മറിയം ഒരു പാത്രമായിരുന്നുവോ? അതെ, മറിയം പാത്രമായിരുന്നു. മറിയത്തെ പാത്രത്തോട് ഉപമിച്ചത് വാസ്തവത്തിൽ സഭാപിതാക്കന്മാരാണ്. സുറിയാനി ആരാധനയുടെ മനോഹാരിത അതിന്റെ പ്രതീകങ്ങളും സൂചനകളും പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളും ഒക്കെയാണ്. ആ നിലയിൽ പരിശുദ്ധ കന്യകമറിയത്തെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ വിശേഷിപ്പിക്കുന്നത് മന്ന ഇട്ടുവെച്ച പൊൻ പാത്രം എന്നുള്ള നിലയിലാണ്.
അപ്പോ മറിയം പാത്രമാണ്. ആവശ്യത്തിന് ശേഷം വലിച്ചെറിയേണ്ട പാത്രമല്ല, മറിച്ച് വളരെ ആദരവോടെ സൂക്ഷിക്കേണ്ട പാത്രമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ അഹരോനോട് മോശ പറയുന്നുണ്ട്, ഒരു പാത്രമെടുത്ത് അതിൽ ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുവാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന്. എബ്രായ ലേഖനകർത്താവ് ഇത് എബ്രായ ലേഖനത്തിൽ പരാമർശിക്കുന്നു. 9-ാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുകയാണ്, 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, അതിനകത്ത് മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അപ്പോ സമാഗമന കൂടാരത്തിൽ ആദരവോടെ സൂക്ഷിച്ചിരുന്നതാണ് മന്ന ഇട്ടുവച്ച പാത്രം. ഈ പ്രതീകത്തോട് ആണ് സഭാപിതാക്കന്മാർ പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത് സാധാരണ പാത്രമല്ല, ഇത് പൊൻപാത്രമാണ്. സമാഗമന കൂടാരത്തിൽ സൂക്ഷിച്ചിരുന്ന പൊൻപാത്രം. സമാഗമന കൂടാരം ഇസ്രായേല്യർക്ക് ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്നു. അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവവുമായി ആശയവിനിമയം നടത്തുവാനും ഉപയോഗിച്ചിരുന്ന സമാഗമന കൂടാരത്തിൽ അവർ ഈ പൊൻപാത്രം സൂക്ഷിച്ചിരുന്നു എങ്കിൽ അത് തലമുറകളോടുള്ള ഒരു സന്ദേശമായിരുന്നു. ഈ നിയമ സഭയിൽ നാം ആരാധനയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഇവിടെയും ഈ പൊൻപാത്രത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ് അതിൽ സംഭരിക്കേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാത്രത്തെ നാം തീരുമാനിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമായ യേശുക്രിസ്തുവിനെ സൂക്ഷിച്ച പൊൻപാത്രമാണ് കന്യകമറിയം. ആ പാത്രത്തിൽ മന്ന സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് എങ്കിൽ പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് യേശുക്രിസ്തു ജഡം ധരിക്കുകയാണ് ഉണ്ടായത്. അപ്പോ സമാഗമന കൂടാരത്തിൽ ആദരവോടെ സൂക്ഷിച്ച പാത്രം പരിശുദ്ധ കന്യകമറിയത്തിന്റെ പ്രതീകമാണ്. അതിനേക്കാൾ ആദരവോടെ ദൈവ സാന്നിധ്യത്തിനും സംസർഗത്തിനും നമുക്ക് ഉപയോഗപ്രദമാകുന്ന പാത്രം. അതേപോലെ ഈ പാത്രത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു ഉപമയും നമുക്ക് ലഭ്യമാകുന്നു. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നിനും ഒരു കുറവുണ്ടായില്ല. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മന്നയെയും
അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു. അവരെ, അതായത് ഇസ്രയേൽ ജനത്തെ, യഹോവയായ ദൈവം സംരക്ഷിച്ച് പരിപോഷിപ്പിച്ചത് 40 വർഷമാണ്. ഒരു മനുഷ്യ ശിശുവിന്റെ ഗർഭാവസ്ഥ 40 ആഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. 40 വർഷം ഇസ്രയേൽ ജനം മന്നയാൽ പരിപോഷിപ്പിക്കപ്പെട്ട് സംരക്ഷിക്കപ്പെട്ടതുപോലെ 40 ആഴ്ചകൾ പരിശുദ്ധ കന്യാമറിയമാകുന്ന ഈ സ്വർണ്ണച്ചെപ്പിൽ മനുഷ്യാവതാരമെടുക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ യേശുക്രിസ്തു ആയിരുന്നു എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യത്തിനായി, ദൈവ പരിപാലനയുടെ ഓർമ്മപ്പെടുത്തലായി തലമുറകൾക്കു വേണ്ടി ഈ പൊൻപാത്രം സൂക്ഷിച്ചിരുന്നു എങ്കിൽ സഭയിലെ ദൈവ സാന്നിധ്യം ആരാധനയിലൂടെ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ഈ പൊൻപാത്രത്തെ ഒഴിവാക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധ കന്യകമറിയമാകുന്ന സ്വർണ്ണച്ചെപ്പിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം. പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മന്നായിട്ട് വെച്ച പൊൻപാത്രം ലോകത്തിന് ജീവനെ കൊടുക്കുന്ന ജീവന്റെ അപ്പത്തിന് ജഡധാരണം നൽകുവാൻ കാരണമായ പരിശുദ്ധ കന്യകമറിയത്തിന്റെ പ്രതീകമായി പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർണ്ണച്ചെപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും ചെയ്യാം. ഒരുമിച്ച് ചേർന്ന് മാതാവിന്റെ മധ്യസ്ഥതയിൽ യുഗകാലങ്ങളിലൊക്കെയിലും മറവായി സ്ഥിതി ചെയ്തൊരു മർമ്മം നിർമ്മലയെ കാലത്തികവിൽ നിൻ സവിധം വെളിവായി വന്നു. ദൂത തലവൻ ഗബ്രിയേൽ മധുരസ്വരത്തിൽ നിന്നോടായി അഭിവാദ്യം ചെയ്തോധീതം വിത ചെയ്യ വായലെ മോദി. എരിയാതുള്ളൊരു മുൾമരമേ സാക്ഷ്യത്തിൻ പേട്ടകവും നീ. അതിർ കാണാ താഴമേ മോദി അമ്പരമേറ്റും സോപാനം യാക്കോബു താതൻ ദർശിച്ച മാനത്തും ശ്രേണിയെ മോദി അകമേ ദൈവിക മാമന്ന നിക്ഷേപിത ചേ മോദി. ആദാമിൻ പാപം പോക്കാൻ കാരണമാ